ഹായ് ഹലോ ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യൂബ്സ് ആണ് നോക്കുന്നത്. സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ട്സും ഓൾറെഡി നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് ക്യൂബ്സ് ആണ്. അപ്പോൾ ക്യൂബ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയാം, സ്ക്വയേഴ്സിന്റെ അത്രയും എളുപ്പത്തിലായിരിക്കില്ല ഒരു നമ്പറിന്റെ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. എന്നാൽ പോലും ഡയറക്റ്റ് ക്യൂബ് കണ്ടുപിടിക്കുന്നതിലും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ട്രിക്ക് ആയിരിക്കും. കുറേയധികം ട്രിക്സ് ഒക്കെ ഫോളോ ചെയ്ത് നോക്കി അതിൽ കമ്പാരിറ്റീവ്ലി ഓക്കെ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ആയിട്ട് ആസ് യൂഷ്വൽ നമ്മൾ സ്ക്വയേഴ്സ് പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യണം, 1 to 10 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ്സ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 1 to 10 വരെയുള്ളത്, അറ്റ്ലീസ്റ്റ് 1 to 10 വരെ, 20 വരെ എന്നൊക്കെ പറയും, എന്നാൽ പോലും അറ്റ്ലീസ്റ്റ് 1 to 10 വരെയുള്ളതിൻ്റെത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം എന്താണ് 1ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1 ആണ്. 1ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. 1ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 into 1 into 1 ആണ്. ദെൻ 2ന്റേത് 8 ആണ്. എങ്ങനെയാണ്? 2 into 2 into 2 ആണ്. ദാറ്റ് ഈസ് 2 ക്യൂബ്. 2 into 2 4, 4 into 2 8 ആണ്. അതുപോലെയാണ് 3ന്റേത് 27 ആണ്. 27 എങ്ങനെ വരും? 9 into 9 into 9. 4ന്റേതാണെങ്കിൽ 9 into 9 into 9 അല്ല, 3 into 3 into 3. 3 into 3 9, 9 into 3 27. 4ന്റേത് 64. 4 into 4 16 into 4 64. അതുപോലെ 5 into 5 into 5 125. 6ന്റെ ക്യൂബ് 216. 7ന്റേത് 343. 8ന്റേത് 512. 9ന്റേത് 729. 10ന്റേത് 1000. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്ക്വയറിൽ പഠിച്ച പോലെ തന്നെ ഒരു കാര്യം കൂടി ഇവിടെ നോക്കി വെക്കണം. ഇത് നമുക്ക് ആക്ച്വലി ക്യൂബ് റൂട്ടിന്റെ അവിടെ എത്തുമ്പോൾ മതി, എന്നാൽ പോലും നമുക്ക് ഇവിടെ തന്നെ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. നമ്മൾ സ്ക്വയേഴ്സിൽ കണ്ടപ്പം യൂണിറ്റ് ഡിജിറ്റ്സ് എങ്ങനായിരുന്നു? സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സ്ക്വയർ റൂട്ടിന് 2 നമ്പേഴ്സ് വന്നുകൊണ്ടിരുന്നു അല്ലെ. സ്ക്വയറിന്റേത് 1 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് 1 and 9 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ നോക്കിയത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പേഴ്സ് എല്ലാം ഒരൊറ്റ തവണയേ വരുന്നുള്ളൂ, റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. 1 to 0 വരെയുള്ള നമ്പേഴ്സ് എല്ലാം തന്നെ എന്ത് വരുന്നുണ്ട്? ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ഓർഡറിൽ തന്നെ നോക്കാം. ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ, ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും? 1 തന്നെ ആയിരിക്കും. ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. ദെൻ ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് 7 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റേത് എന്തായിരിക്കും? 3 ആയിരിക്കും. ക്യൂബിന്റേത് 4 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റേതും എന്ത് തന്നെ ആയിരിക്കും? 4 ആയിരിക്കും. ക്യൂബിന്റേത് 5 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റേത് എന്താവും? 5 തന്നെ ആയിരിക്കും. ഇത് ക്യൂബും ഇത് ക്യൂബ് റൂട്ടും ആണ്. ഓക്കെ, ഇനി ക്യൂബിന്റേത് 6 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റേതും 6 ആയിരിക്കും. ഇനി 2 നമ്പേഴ്സ് നമുക്ക് കുറച്ചൊന്ന് അറിയാൻ പറ്റും. നമ്മൾ ഇവിടെ പറഞ്ഞു ക്യൂബിന്റേത് 7 ആണെങ്കിൽ ക്യൂബ് റൂട്ട് 3 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്യൂബിന്റേത് 3 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റേത് 7 ആയിരിക്കും. ഓക്കെ, അടുത്തത് ക്യൂബിന്റേത് 2 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റേത് 8 ആയിരിക്കും. ഇനി ക്യൂബ് 9 ആണെങ്കിൽ ക്യൂബ് റൂട്ട് എന്തായിരിക്കും? 9 ആയിരിക്കും. ക്യൂബ് 0 ആണെങ്കിൽ ക്യൂബ് റൂട്ടും 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ആകെ പഠിക്കേണ്ടത് 8. ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. അത് തിരിച്ചും, ക്യൂബിന്റേത് 2 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റേത് എന്തായിരിക്കും? 8 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 7. ക്യൂബിന്റേത് യൂണിറ്റ് ഡിജിറ്റ് 7 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റേത് 3 ആയിരിക്കും. ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് 3 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. ഈ 2 എണ്ണം മാത്രമേ നമുക്ക് പഠിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ളത് നോക്കിക്കേ, ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. ക്യൂബിന് എന്താണോ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് ക്യൂബ് റൂട്ടിനും സെയിം യൂണിറ്റ് ഡിജിറ്റ് ആയിരിക്കും വരുന്നത്. 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5, 6, 6, 9, 9. അപ്പൊ ആകെ വ്യത്യാസം വരുന്നത് 7, 3, 3, 2, 7, 8. ഇതിന് മാത്രമാണ്. 3 ആണെങ്കിൽ 7 വരും, 8 ആണെങ്കിൽ 2 വരും. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് വരും. അപ്പൊ അത്രയുമാണ് ക്യൂബ്സും ക്യൂബ് റൂട്ട്സിന്റെയും ഒരു ഇൻട്രോ പറഞ്ഞു തരാനുള്ളത്. അപ്പൊ നിർബന്ധമായിട്ടും 1 to 10 വരെയുള്ള ക്യൂബ്സ് പഠിച്ചിരിക്കണം. ഇനി നമുക്ക്
നോക്കാം. 68 ക്യൂബ് ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ ക്യൂബ് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഇപ്പൊ ഇവിടെ 68 ക്യൂബ് എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് ഉണ്ട്. നമ്മൾ ഒരു 3 സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് ചെയ്യേണ്ടത് 6ന്റെ 6 ക്യൂബ് പാർട്ടായിട്ട് ചെയ്യണം. 6 ക്യൂബ് ചെയ്യണം. അത് കഴിഞ്ഞ് ക്യൂബ് ആണല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 into 6 സ്ക്വയർ, ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ ഇൻറ്റു 8. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത പാർട്ട്, അടുത്ത നമ്പറിലേക്കുള്ള പാർട്ട്, ഈ ഓരോ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആണ്. അടുത്ത നമ്പറിലേക്കുള്ള പാർട്ട് 3 into 6 into 8 സ്ക്വയർ, സെക്കൻഡ് ഡിജിറ്റിന്റെ സ്ക്വയർ. ഫൈനൽ ഡിജിറ്റ് ആയിട്ട് നമ്മൾ 8ന്റെ ക്യൂബ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അതിപ്പോ നമ്മൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ അറിയാം 8ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ് ക്യൂബ് റൂട്ടിൽ വരുന്നത്. അപ്പൊ ക്യൂബ് എന്തായിരിക്കും? 2 ആണെന്ന് നമുക്ക് അറിയാം. എന്നാൽ പോലും നമുക്ക് എല്ലാ നമ്പേഴ്സും കിട്ടാനായിട്ട് ആ ഒരു ക്യൂബ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. അപ്പം 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 216 ആണ്. ഇനി ഇത് 3 into 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. 36 into 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 864 എന്നാണ് കിട്ടുക. ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് കാൽക്കുലേഷൻസ് ഉള്ളതാണ്. എന്നാൽ പോലും നമുക്ക് സ്ക്വയർ ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ക്യൂബിന്റെ കൺസിഡർ ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നാണ്. നെക്സ്റ്റ് 3 into 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 into 64 വരും. 18 into 64 എന്ന് പറഞ്ഞാൽ 1152 എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 512 ആണ്. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ സ്ക്വയറിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. 512ന്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. ഈ 51 നമ്മൾ ഇപ്പുറത്തേക്ക് ക്യാരി ഓവർ ചെയ്തു കൊടുത്തു. ഈ 51 ഇതുമായിട്ട് ആഡ് ചെയ്തു. അപ്പൊ 1152 പ്ലസ് 51 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി അല്ലെ. യൂണിറ്റ് ഡിജിറ്റ് 3 കിട്ടും. അപ്പൊ 52 നമുക്ക് എന്ത് കിട്ടും? ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ ഈ യൂണിറ്റ് ഡിജിറ്റ് ഇവിടേക്ക് എഴുതി 115. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് ഇവിടേക്ക് എഴുതി 115 പ്ലസ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് 120 എന്നാണ് കിട്ടുക. ഈ ഒരു 120നെ നമ്മൾ എവിടേക്ക് എഴുതും? ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യും. 4 പ്ലസ് 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്ത് വരും? യൂണിറ്റ് ഡിജിറ്റ് 4 ആണ് വരുന്നത്. ബാലൻസ് അവിടെ വരുന്നത് 86 പ്ലസ് 12 ആണ്. അപ്പം 86 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ നമുക്ക് 98 ആണ് കിട്ടുന്നത്. ആ 98 നമ്മൾ ഇവിടേക്ക് ക്യാരി ഓവർ ചെയ്ത് കൊടുക്കും. ക്യാരി ഓവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 216 പ്ലസ് 98. 216 പ്ലസ് 98 314 ആണ്. അപ്പൊ നമുക്ക് 68ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 314432. ഇതാണ് 68ന്റെ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡിജിറ്റിനെ 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 പാർട്ടല്ല, സോറി, 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ പാർട്ടിൽ 6 ക്യൂബ് എന്ന് എടുക്കണം, ഫസ്റ്റ് പാർട്ടിന്റെ ക്യൂബ്. സെക്കൻഡിൽ 3 into 6 സ്ക്വയർ into 8. തേർഡ് പാർട്ടിൽ 3 into 6 into 8 സ്ക്വയർ. ഫോർത്ത് പാർട്ടിൽ 8 ക്യൂബ്. അത് ആൻസേഴ്സ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓരോന്നിന്റെയും യൂണിറ്റ് ഡിജിറ്റ് താഴേക്ക് എഴുതിയിട്ട് ബാലൻസ് ഉള്ള നമ്പർ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ വരുന്ന നമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്ത് കൊടുക്കും. ക്യാരി ഓവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന ഫൈനൽ നമ്പർ ആയിരിക്കും ആൻസർ, ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു നമ്പർ നോക്കാം. 23 ക്യൂബ്. 23 ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ 2 ക്യൂബ്, 2 ക്യൂബ്. അടുത്ത സ്റ്റെപ്പിൽ 3 into 2 സ്ക്വയർ into 3. അടുത്ത സ്റ്റെപ്പിൽ 3 into 2 into 3 സ്ക്വയർ. ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് 3 ക്യൂബ് ആണ്. അപ്പൊ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണെന്ന് നമുക്കറിയാം. 3 into 2 സ്ക്വയർ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 3 into 4 12 ആണ്. 12 into 3 എന്ന് പറയുമ്പോൾ 36 ആണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കിട്ടുന്നത്. തേർഡ് പാർട്ടിനകത്ത് 3 into 2 6 ആണ്. 6 into 9 എന്ന് പറഞ്ഞാൽ നമുക്ക് 54 ആണ് തേർഡ് പാർട്ടിൽ കിട്ടുന്നത്. ഫോർത്ത് പാർട്ട് 3യുടെ ക്യൂബ് 27 ആണ്. അപ്പൊ ഇനി ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 7 ഇങ്ങോട്ടേക്ക് എടുത്തു.
2 ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്തു. 54 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 56 ആണ്. സോ നമ്മൾ ആ 6നെ ഇവിടേക്ക് എടുത്തു. 5 നമ്മൾ ക്യാരി ഓവർ ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തു. 36 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 41 ആണ്. സോ 1 ഇവിടേക്ക് എടുത്തു. ബാലൻസ് 4 ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്തു. 8 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 12 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 23 ക്യൂബ് എന്ന് പറയുമ്പോൾ 12167, that is 12,167 ആണ് 23യുടെ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു നമ്പർ കൂടെ നോക്കാം. സോറി, ഞാനിവിടെ സ്ക്വയർ എന്ന് എഴുതിയത് അത് ക്യൂബ് ആയിരുന്നു. അടുത്തത് 44 ക്യൂബ്. 44 ക്യൂബ് നമുക്ക് എങ്ങനെ ചെയ്യാം? 44 ക്യൂബ്. അപ്പോ 4 ക്യൂബ് എന്ന് ആദ്യത്തെ പാർട്ടിൽ എഴുതി. സെക്കൻഡ് പാർട്ടിൽ 3 into 4 square into 4. തേർഡ് പാർട്ടിൽ 3 into 4 into 4 square. സെക്കൻഡ് തേർഡും സെയിം ആണ് അല്ലെ? എനിവേ ഫസ്റ്റും ലാസ്റ്റും സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് 64 ആണെന്ന് അറിയാം. 4 സ്ക്വയർ 16 ആണ്. 3 into 16 into 4 16 into 4 64 ആണ്. 64 into 3 നമുക്ക് എന്ത് കിട്ടും? 192 എന്ന് കിട്ടും. ഇവിടെയും സെയിം തന്നെയാണ്. സോ നമ്മൾ എന്ത് എഴുതി? 192 എന്ന് തന്നെ എഴുതി. 4 ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. അപ്പൊ അത്രയും എഴുതി. ഇനി ചെയ്യേണ്ടത് 64ന്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ താഴേക്ക് എഴുതി. 6നെ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു. 192 പ്ലസ് 6 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 198 എന്ന് കിട്ടും. സോ നമ്മൾ ആ 8നെ ഇങ്ങോട്ടേക്ക് എഴുതിയിട്ട് 19നെ ക്യാരി ഓവർ ചെയ്യും. 192 പ്ലസ് 19 എന്ന് പറഞ്ഞാൽ 9, 10, 11 എന്ന് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ 1 ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യും. ഇത് വിടും. 19 പ്ലസ് 1 20, 20 പ്ലസ് 1 21. അപ്പൊ ഇങ്ങോട്ടേക്ക് 21 ആണ് ക്യാരി ഓവർ ചെയ്യേണ്ടത്. 64 പ്ലസ് 21 എന്ന് പറഞ്ഞാൽ 5, 85 എന്ന് കിട്ടും. 85. സോ 44ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 85184 എന്നാണ് 44ന്റെ ക്യൂബ് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ ക്യൂബ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഏത് 2 ഡിജിറ്റ് നമ്പേഴ്സ് തന്നാലും നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി 3 ഡിജിറ്റിലേക്ക് പോവാം. 3 ഡിജിറ്റും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ കൂടുതലായിട്ടുള്ളതിന്റെ ക്യൂബ് ഒന്നും അങ്ങനെ കണ്ടുവരാറില്ല. ഓക്കെ, ഇത്രയൊക്കെ വരാറുള്ളൂ. 2 ഡിജിറ്റ് ആണ് കൂടുതലായിട്ടും വരാറ്. 3 ഡിജിറ്റ് റയർ കേസിലേ വരാറുള്ളൂ. എന്നാലും നമുക്കൊന്ന് നോക്കാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് 109 ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. 10 ഒരു പാർട്ടായിട്ടും 9 ഒരു പാർട്ടായിട്ടും എടുക്കുക. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്ത മെത്തേഡ് തന്നെയാണ് 10 ക്യൂബ് 3 into 10 square into 9, then 3 into 10 into 9 square. Then ഇവിടെ എന്താണ്? 9 ക്യൂബ്. അപ്പൊ 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ആണെന്ന് നമുക്കറിയാം. Then ഇവിടെ എന്താണ്? 100 സ്ക്വയർ 10 സ്ക്വയർ 100 ആണ്. 3 into 100 300. 300 into 9 എന്ന് പറയുമ്പോൾ 2700 എന്നാണ് നമുക്ക് കിട്ടുക. ഇവിടെ ആണെങ്കിൽ 3 into 10 30 എന്ന് കിട്ടും. 9 സ്ക്വയർ 81 ആണ്. 30 into 81 എന്ന് പറയുമ്പോൾ നമുക്ക് 2430 എന്നാണ് കിട്ടുക. 9ന്റെ ക്യൂബ് 729 ആണ്. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. യൂണിറ്റ് ഡിജിറ്റ് 9 ഇങ്ങോട്ടേക്ക് എടുക്കുക. 72 ക്യാരി ഓവർ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണെന്ന് കിട്ടും. ബാലൻസ് ഉള്ള 7 ആഡ് ചെയ്യുക. 243 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 250 ആയിരിക്കും. ആ 250 ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 0 ആണ് വരിക. ബാലൻസ് 25 വരും. 270 പ്ലസ് 25. 270 പ്ലസ് 25 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 295 എന്നാണ് വരിക. 270 പ്ലസ് 25 295 എന്ന് വരും. ആ 295നെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്ത് കൊടുക്കും. 295 ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1295. സോ നമുക്ക് ടോട്ടൽ 109ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1295029 ആയിരിക്കും 109 ക്യൂബിന്റെ ആൻസർ.
അപ്പൊ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നമുക്ക് ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് ഡയറക്റ്റ് ക്യൂബ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം ഈ ഒരു മെത്തേഡ്, കുറച്ച് കാൽക്കുലേഷൻ വന്നാൽ കൂടിയിട്ടും ഇതാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള മെത്തേഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു നമ്പർ നോക്കാം. 112 ക്യൂബ്. 112 ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ 11 ഒരു പാർട്ടായിട്ടും 2 ഒരു പാർട്ടായിട്ടും എടുക്കണം. എന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ 11 ക്യൂബ്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3 into 11 സ്ക്വയർ into 2, അടുത്ത സ്റ്റെപ്പിൽ 3 into 11 into 2 ക്യൂബ് എന്ന് എഴുതണം. സോറി, 2 സ്ക്വയർ. ഫൈനൽ സ്റ്റെപ്പിൽ 2 ക്യൂബ്. 11 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1331 ആണ്. അടുത്തത് 11 സ്ക്വയർ 121 ആണ്. 121 into 3 into 2 എന്ന് പറയുമ്പോൾ നമുക്ക് 726 എന്നാണ് ആൻസർ കിട്ടുന്നത്. 3 into 11 33 ആണ്. 33 into 4 എന്ന് പറയുമ്പോൾ നമുക്ക് 132 എന്നാണ് കിട്ടുക. 2ന്റെ ക്യൂബ് 8 ആണ്. സോ ഇവിടെ വേറെ കാര്യമൊന്നുമില്ല. 8നെ ഇങ്ങോട്ടേക്ക് എഴുതി, 132ന്റെ യൂണിറ്റ് ഡിജിറ്റ് 2 ഇങ്ങോട്ടേക്ക് എഴുതി, ബാലൻസ് 13 നമ്മൾ ക്യാരി ഓവർ ചെയ്ത് കൊടുത്തു. ക്യാരി ഓവർ ചെയ്ത് കൊടുക്കുമ്പോൾ 6 + 3 9 എന്ന് കിട്ടി. സോ ഇവിടുത്തെ ഡിജിറ്റ് 9 ആണ്. Then 72 + 1 73. അപ്പൊ നമ്മൾ ആ 73 ഇപ്പുറത്തേക്ക് ക്യാരി ഓവർ ചെയ്ത് കൊടുത്തു. 3 + 1 4 എന്ന് കിട്ടും. 7 + 3 10, 10 4 1404. അങ്ങനെയാണെങ്കിൽ 112ന്റേത് എന്താണ് ക്യൂബ് വരുന്നത്? 1404928 ആണ് ക്യൂബ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 പാർട്ടാക്കി എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു നമ്പറിന്റെ നോക്കാം. 305 ക്യൂബ്. 305 ക്യൂബ് എന്ന് പറയുമ്പോൾ 30 ഒരു പാർട്ടായിട്ടും 5 ഒരു പാർട്ടായിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 30 ക്യൂബ് ബൈ 3 into 30 സ്ക്വയർ into 5. അടുത്ത പാർട്ടിൽ 3 into 30 into 5 സ്ക്വയർ. ലാസ്റ്റ് പാർട്ടിൽ 5 ക്യൂബ് എന്ന് വരും. 30 ക്യൂബ്, 3യുടെ ക്യൂബ് 27 ആണ്. 27ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 3 സീറോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ 27,000 ആയിരിക്കും 30 ക്യൂബ്. 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2700 ആണ്. 3 into 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. 2700 into 15 എന്ന് പറയുമ്പോൾ നമുക്ക് 13500 എന്നാണ് കിട്ടുക. ദെൻ അടുത്തത് 5യുടെ സ്ക്വയർ 25 ആണ്. 25 into 3 എന്ന് പറയുമ്പോൾ 75 ആണ്. 75 into 3, 75 into 3 എന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 225 കിട്ടും. ആ സീറോയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2250 എന്നാണ് കിട്ടുക. ഇനി 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. നമ്മളിനി നോർമലി ചെയ്ത പോലെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് എഴുതി? 5 ഇങ്ങോട്ടേക്ക് എഴുതി. ഈ 12 ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. ആ 2നെ ഇങ്ങോട്ടേക്ക് എഴുതി. 225 + 1 226 ആണ്. ആ 226നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്തു. യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന 6നെ താഴേക്ക് എഴുതി. ദെൻ ഇവിടെ വരുന്ന എന്താണ്? 1350 + 22 എന്ന് പറയുമ്പോൾ എത്ര വരും? 1372 എന്ന് വരും. ആ 1372നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതി. 1372നെ ക്യാരി ഓവർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27382. That means the cube of 305 is 2837265. ഇതാണ് 305ന്റെ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെയും 3 ഡിജിറ്റ് നമ്പറിന്റെയും ക്യൂബ് കാണാനുള്ള മെത്തേഡ്. നമുക്ക് ഇത് കുറച്ചധികം പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. പിന്നെ പറഞ്ഞു തരാനുള്ള ഒരു കാര്യം, നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ സിംഗിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കും ക്യൂബ് ഒക്കെ കാണാനായിട്ട് വരുന്നുണ്ടാവുക. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ വരുവാണെങ്കിലും നമുക്ക് ഈസി ഈ നമ്മൾ പഠിച്ച ട്രിക്കുകൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഒക്കെ തന്നെ നോർമലി കണ്ടിട്ടുള്ളൂ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ക്യൂബ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട്, ക്യൂബ് റൂട്ടിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.